സുഹൃത്തുക്കളെ, മാജിക് 5 ഡെയിലി PSC ക്ലാസ്സിൻ്റെ 21ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച പഴയ പേര് പുതിയ പേര് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അബിസീനിയയുടെ പുതിയ പേര് എത്യോപ്യ, അപ്പർ വോൾട്ട ബുർക്കിന ഫാസോ. അങ്കോറയുടെ പുതിയ പേര് അങ്കാറ, ബ്രിട്ടീഷ് ഹോണ്ടുറാസ് ബെലീസ്. ബെച്വാനാലാൻഡിൻ്റെ പുതിയ പേര് ബോട്സ്വാന. ഉത്തര റൊഡേഷ്യ സാംബിയ, ദക്ഷിണ റൊഡേഷ്യ സിംബാബ്വെ. ഏഷ്യ മൈനറിൻ്റെ പുതിയ പേര് തുർക്കി, കാത്തെ ചൈന. കംബൂച്ചിയയുടെ പുതിയ പേര് കംബോഡിയ. കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്താംബുൾ. ഗിൽബർട്ട് ദ്വീപ് കിരിബാത്തി. ഗോൾഡ് കോസ്റ്റ് ഖാന. ട്രൂഷ്യൽ സ്റ്റേറ്റ് UAE. ഡച്ച് ഈസ്റ്റ് ഇൻഡീസിൻ്റെ പുതിയ പേര് ഇന്തോനേഷ്യ, ഡച്ച് ഗയാന സുരിനാം. ന്യൂ സ്പെയിൻ്റെ പുതിയ പേര് മെക്സിക്കോ, നിപ്പോൺ ജപ്പാൻ. പേർഷ്യയുടെ പുതിയ പേര് ഇറാൻ. പോർച്ചുഗീസ് ഈസ്റ്റ് ആഫ്രിക്ക മൊസാംബിക്. പൂർവ്വ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്നത് ബംഗ്ലാദേശ്, ഫോർമോസ തായ്വാൻ. ഫ്രഞ്ച് സുഡാൻ എന്നറിയപ്പെട്ടിരുന്നത് മാലി. ബർമയുടെ പുതിയ പേര് മ്യാൻമാർ, മലയ മലേഷ്യ, മഡഗാസ്കർ മലഗാസി. മെസപ്പൊട്ടേമിയ ഇറാഖ്, ലൂസിറ്റാനിയ പോർച്ചുഗൽ, ലോറോസെ കിഴക്കൻ തിമൂർ. സിലോണിൻ്റെ പുതിയ പേര് ശ്രീലങ്ക. സയാം തായ്ലൻഡ്, സയർ കോംഗോ. സാൻഡ്വിച്ച് ദ്വീപിൻ്റെ പുതിയ പേര് ഹവായിൻ ദ്വീപ്, സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക നമീബിയ. ഹോളണ്ടിൻ്റെ പുതിയ പേര് നെതർലാൻഡ്. അപ്പോൾ പുതിയ ഒരു 5 കൂടെ നമുക്കത് പഠിക്കാം. ഹാഷ്മിറ്റ് കിങ്ഡം എന്നറിയപ്പെട്ടിരുന്നത് ജോർദാൻ. സാലിസ്ബറി എന്നറിയപ്പെട്ടിരുന്നത് ഹരാരെ. പീക്കിംഗ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ബെയ്ജിംഗ്. ധാക്ക എന്നറിയപ്പെട്ടിരുന്നത് ധാക്ക. ബട്ടാവിയ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ജക്കാർത്ത. റിപ്പീറ്റ് ചെയ്യുന്നു. ഹാഷ്മിറ്റ് കിങ്ഡം ജോർദാൻ, സാലിസ്ബറി ഹരാരെ, പീക്കിംഗ് ബീജിംഗ്, ധാക്ക എന്നറിയപ്പെട്ടിരുന്നത് ധാക്ക, ബട്ടാവിയ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ജക്കാർത്ത. റിപ്പീറ്റ് ചെയ്യുന്നു, കൂട്ടത്തിൽ പറയുക. ഹാഷ്മിറ്റ് കിങ്ഡം ജോർദാൻ, സാലിസ്ബറി ഹരാരെ, പീക്കിംഗ് എന്നറിയപ്പെട്ടിരുന്നത് ബീജിംഗ്, ധാക്ക എന്നറിയപ്പെട്ടിരുന്നത് ധാക്ക, ബട്ടാവിയ ജക്കാർത്ത. റിപ്പീറ്റ് ചെയ്യുന്നു. ഹാഷ്മിറ്റ് കിങ്ഡം ജോർദാൻ, സാലിസ്ബറി ഹരാരെ, പീക്കിംഗ് ബീജിംഗ്, ധാക്ക എന്നറിയപ്പെട്ടിരുന്നത് ധാക്ക, ബട്ടാവിയ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ജക്കാർത്ത. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാതെ പറഞ്ഞു നോക്കാം. ഹാഷ്മിറ്റ് കിങ്ഡം ജോർദാൻ, സാലിസ്ബറി ഹരാരെ, പീക്കിംഗ് ബീജിംഗ്, ധാക്ക എന്നറിയപ്പെട്ടിരുന്നത് ധാക്ക, ബട്ടാവിയ ജക്കാർത്ത. അടുത്തതായി നമ്മൾ പഠിച്ചിരുന്ന പിതാക്കന്മാരാണ്. നമുക്കതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് ഹെറോഡോട്ടസ്. ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് തൂസിഡിഡസ്. ആധുനിക ചരിത്രത്തിൻ്റെ പിതാവ് റാങ്കെ. ജനാധിപത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് പെരിക്ലിസ്. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് പെട്രാർക്ക്. മതനവീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് മാർട്ടിൻ ലൂഥർ. സോഷ്യോളജിയുടെ പിതാവ് അഗസ്റ്റസ് കോംറ്റെ. തത്വചിന്തകളുടെ പിതാവ് സോക്രട്ടീസ്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ്. നിയമശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് ജോൺ ലോക്ക്. ഗണിതശാസ്ത്രം പൈതഗോറസ്. ആധുനിക ഗണിതത്തിൻ്റെ പിതാവ് റെനെ ദെക്കാർത്തെ. ജാമിതി യൂക്ലിഡ്. ലോഗരിതത്തിൻ്റെ പിതാവ് ജോൺ നേപ്പിയർ. ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് ടോളമി. ഇംഗ്ലീഷ് ഉപന്യാസത്തിൻ്റെ പിതാവ് ഫ്രാൻസിസ് ബേക്കൺ. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് റോബർട്ട് ഓവൻ. സോഷ്യലിസം റോബർട്ട് ഓവൻ. ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവ് കാൾ മാക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത്. ചിത്രകലയുടെ പിതാവ് ലിയനാർഡോ ഡാവിഞ്ചി. ആധുനിക ചിത്രകലയുടെ പിതാവ് പാബ്ലോ പിക്കാസോ. ആധുനിക കാർട്ടൂണിൻ്റെ പിതാവ് വില്യം ഹോഗാർത്ത്. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ്. ആയുർവേദത്തിൻ്റെ പിതാവ് ആത്രേയൻ. ഹോമിയോപ്പതിയുടെ പിതാവ് സാമുവൽ ഹാനിമാൻ. സർജറിയുടെ പിതാവ് സുശ്രുതൻ. അനാട്ടമിയുടെ പിതാവ് ഹെറോഫിലസ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് അരിസ്റ്റോട്ടിൽ. കോശശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് റോബർട്ട് ഹുക്ക്. വാക്സിനേഷൻ്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ. ബാക്ടീരിയോളജിയുടെ പിതാവ് ലൂയി പാസ്റ്റർ. വൈറോളജിയുടെ പിതാവ് മാർട്ടിനസ് ബെയ്മിൻഗ്.
ക്ലോണിങ്ങിൻ്റെ പിതാവ് ഇയാൻ വിൽമുട്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു അഞ്ചെണ്ണം കൂടെ പഠിക്കാം. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രീഗർ മെൻഡൽ. ടെസ്റ്റ് ട്യൂബ് ശിശു കണ്ടുപിടിച്ചത് റോബർട്ട് ജി എഡ്വേർഡ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമർ. ന്യൂട്രോൺ ബോംബിൻ്റെ പിതാവ് സാമുവൽ ടി കോഹൻ. റിപ്പീറ്റ് ചെയ്യാം. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രീഗർ മെൻഡൽ. ടെസ്റ്റ് ട്യൂബ് ശിശു കണ്ടെത്തിയത് റോബർട്ട് ജി എഡ്വേർഡ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമർ. ന്യൂട്രോൺ ബോംബ് കണ്ടെത്തിയത് സാമുവൽ ടി കോഹൻ. റിപ്പീറ്റ് ചെയ്യുന്നു, കൂട്ടത്തിൽ പറയുക. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രീഗർ മെൻഡൽ. ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ ഉപജ്ഞാതാവ് റോബർട്ട് ജി എഡ്വേർഡ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഉപജ്ഞാതാവ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമർ. ന്യൂട്രോൺ ബോംബ് സാമുവൽ ടി കോഹൻ. റിപ്പീറ്റ് ചെയ്യുന്നു. ജനിതകശാസ്ത്രം ഗ്രീഗർ മെൻഡൽ. ടെസ്റ്റ് ട്യൂബ് ശിശു റോബർട്ട് ജി എഡ്വേർഡ്. ന്യൂക്ലിയർ ഫിസിക്സ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റം ബോംബ് റോബർട്ട് ഓപ്പൺഹൈമർ. ന്യൂട്രോൺ ബോംബ് സാമുവൽ ടി കോഹൻ. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രീഗർ മെൻഡൽ. ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ ഉപജ്ഞാതാവ് റോബർട്ട് ജി എഡ്വേർഡ്. ന്യൂക്ലിയർ ഫിസിക്സ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റം ബോംബ് റോബർട്ട് ഓപ്പൺഹൈമർ. ന്യൂട്രോൺ ബോംബിൻ്റെ പിതാവ് സാമുവൽ ടി കോഹൻ. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാതെ നോക്കാം. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രീഗർ മെൻഡൽ. ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ ഉപജ്ഞാതാവ് റോബർട്ട് ജി എഡ്വേർഡ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഉപജ്ഞാതാവ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റം ബോംബ് കണ്ടെത്തിയത് റോബർട്ട് ഓപ്പൺഹൈമർ. ന്യൂട്രോൺ ബോംബിൻ്റെ പിതാവ് സാമുവൽ ടി കോഹൻ. അടുത്തതായി നമ്മൾ പഠിച്ചിരുന്ന ടോപ്പിക്ക് വിശേഷണങ്ങളാണ്, സ്ഥലങ്ങളുടെ. അത് നോക്കാം. അംബരചുംബികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക്. അമേരിക്കയുടെ കളിസ്ഥലം കാലിഫോർണിയ. അനശ്വര നഗരം റോം. അഹല്യ നഗരം ഇൻഡോർ. 1000 ആനകളുടെ നാട് ലാവോസ്. ആധുനിക ബാബിലോൺ ലണ്ടൻ. ആഫ്രിക്കയുടെ ഹൃദയം ബുറുണ്ടി. ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം ചാഡ്. ആഫ്രിക്കയുടെ വിജാഗിരി എന്നറിയപ്പെടുന്നത് കാമറൂൺ. ആഫ്രിക്കയുടെ കൊമ്പ് സൊമാലിയ. 1000 തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ്. 1000 ദ്വീപുകളുടെ നാട് ഇന്തോനേഷ്യ. ആൽപ്സിലെ സുന്ദരി ഓസ്ട്രിയ. ആഡ്രിയാറ്റിക്കിൻ്റെ രാജ്ഞി വെനീസ്. 1000 മലകളുടെ നാട് റുവാണ്ട. ആൻറ്റിലസിൻ്റെ മുത്ത് ക്യൂബ. ഇന്ത്യയുടെ സിലിക്കൺ വാലി ബാംഗ്ലൂർ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ശ്രീലങ്ക. ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി ശ്രീലങ്ക. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് മൗറീഷ്യസ്. ഇടിമിന്നലിൻ്റെ നാട് ഭൂട്ടാൻ. ഇംഗ്ലണ്ടിൻ്റെ പൂന്തോട്ടം കെൻറ്റ്. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക. ഉദയസൂര്യൻ്റെ നാട് ജപ്പാൻ. ചതുർമുഖ നഗരം പോംചെങ്. ചെറിയ റഷ്യ എന്നറിയപ്പെടുന്നത് ഉക്രൈൻ. ചോക്ലേറ്റുകളുടെയും വാച്ചുകളുടെയും നഗരം സ്വിറ്റ്സർലൻഡ്. ജൂനിയർ അമേരിക്ക കാനഡ. ജലഗതാഗത നഗരം വെനീസ്. കിങ്ഡം ഇൻ ദ സ്കൈ എന്നറിയപ്പെടുന്നത് ലെസോത്തോ. അപ്പോൾ നമുക്ക് പുതിയൊരു അഞ്ചെണ്ണം കൂടെ പഠിക്കാം. സ്വിറ്റ്സർലൻഡ് ഓഫ് മിഡിൽ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം ലെബനൻ. ഗെയ്സറുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഐസ്ലാൻഡ്. ഗ്ലേസിയറുകളുടെ നാട് എന്നറിയപ്പെടുന്നത് കാനഡ. ലാൻഡ് ഓഫ് ബ്ലൂ സ്കൈ എന്നറിയപ്പെടുന്നത് മംഗോളിയ. തീയുടെ നാട് ഐസ്ലാൻഡ്. ഗെയ്സറുകളുടെ നാട് എന്ന് പറയുന്നത് ചൂട് നീരുറവുകളാണ്. ഗ്ലേസിയറുകൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വലിയ മഞ്ഞു പാളികളാണ് ഗ്ലേസിയറുകൾ. ഗെയ്സറുകൾ ചൂട് നീരുറവ. അപ്പോൾ ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. അപ്പോൾ ഒന്നുകൂടെ പഠിക്കാം. സ്വിറ്റ്സർലൻഡ് ഓഫ് മിഡിൽ ഈസ്റ്റ് ലെബനൻ. ഗെയ്സറുകളുടെ നാട് ഐസ്ലാൻഡ്. ഗ്ലേസറുകളുടെ നാട് കാനഡ. ലാൻഡ് ഓഫ് ബ്ലൂ സ്കൈ മംഗോളിയ. തീയുടെ നാട് എന്നറിയപ്പെടുന്നത് ഐസ്ലാൻഡ്. റിപ്പീറ്റ് ചെയ്യുന്നു. സ്വിറ്റ്സർലൻഡ് ഓഫ് മിഡിൽ ഈസ്റ്റ് ലെബനൻ. ഗെയ്സറുകളുടെ നാട് ഐസ്ലാൻഡ്. ഗ്ലേസിയറുകളുടെ നാട് കാനഡ. ലാൻഡ് ഓഫ് ബ്ലൂ സ്കൈ മംഗോളിയ. തീയുടെ നാട് ഐസ്ലാൻഡ്. റിപ്പീറ്റ് ചെയ്യുന്നു, കൂട്ടത്തിൽ പറയുക. സ്വിറ്റ്സർലൻഡ് ഓഫ് മിഡിൽ ഈസ്റ്റ് ലെബനൻ. ഗ്ലേസിയറുകളുടെ നാട് ഐസ്ലാൻഡ്. ഗ്ലേസിയറുകളുടെ നാട് കാനഡ. ലാൻഡ് ഓഫ് ബ്ലൂ സ്കൈ മംഗോളിയ. തീയുടെ നാട് ഐസ്ലാൻഡ്. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാതെ നോക്കാം. സ്വിറ്റ്സർലൻഡ് ഓഫ് മിഡിൽ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം ലെബനൻ. ഗെയ്സറുകളുടെ നാട് ഐസ്ലാൻഡ്. ഗ്ലേസിയറുകളുടെ നാട് കാനഡ. ലാൻഡ് ഓഫ് ബ്ലൂ സ്കൈ എന്നറിയപ്പെടുന്നത് മംഗോളിയ. തീയുടെ നാട് എന്നറിയപ്പെടുന്നത് ഐസ്ലാൻഡ്. അടുത്തതായി നമ്മൾ പഠിച്ചിരുന്നത് വിമാന സർവീസുകളാണ്. അത് നമുക്ക് നോക്കാം. റഷ്യയുടെ വിമാന സർവീസ് എയറോഫ്ലോട്ട്. ഗ്രീസ് ഒളിമ്പിക് എയർവേസ്. അഫ്ഗാനിസ്ഥാൻ്റെ വിമാന സർവീസ് ഏരിയാന എയർലൈൻസ്. അമേരിക്ക
പനാം TWA, പാകിസ്ഥാൻ്റെ എയർലൈൻ സർവീസ് PIA, ഓസ്ട്രേലിയ ക്വാണ്ടാസ്, ഹോങ്കോങ്ങിൻ്റെ വിമാന സർവീസ് കാത്തെ പസഫിക്, ഇസ്രായേൽ എൽ അൽ, റൊമാനിയ ടാറോ, ബെൽജിയത്തിൻ്റെ വിമാന സർവീസ് സബീന, ബ്രസൽസ് എയർലൈൻസ് ബെലിസ്, മായ ഐലൻഡ് എയർ, UAEയുടെ വിമാന സർവീസ് എമിറേറ്റ്സ്, ഭൂട്ടാൻ്റെ വിമാന സർവീസ് ഡ്രൂഗ് എയർ, കംബോഡിയയുടെ വിമാന സർവീസ് റോയൽ ഖമർ എയർലൈൻസ്, ബഹ്റൈൻ, ഗൾഫ് എയർ. അപ്പോൾ നമുക്ക് പുതിയ ഒരു 5 കൂടി ഇന്ന് പഠിക്കാം. ബംഗ്ലാദേശിൻ്റെ വിമാന സർവീസ് ബീമാൻ, ബൾഗേറിയയുടെ വിമാന സർവീസ് ഹെമുസ് എയർ, ചിലി ലാൻ എയർലൈൻസ്, ചൈനയുടെ വിമാന സർവീസ് കാത്തെ പസഫിക്, കൊളംബിയയുടേത് ഏവിയാൻസ. ചൈനയുടേതും ഹോങ്കോങ്ങിൻ്റെതും നമ്മൾ പഠിച്ചത് കാത്തെ പസഫിക്കാണ്. ചൈനയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ് ഹോങ്കോങ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്തൊന്നുകൂടെ പഠിക്കാം. ബംഗ്ലാദേശിൻ്റെ വിമാന സർവീസ് ബീമാൻ, ബൾഗേറിയ ഹെമുസ് എയർ, ചിലിയുടെ വിമാന സർവീസ് ലാൻ എയർലൈൻസ്, ചൈന കാത്തെ പസഫിക്, കൊളംബിയയുടെ വിമാന സർവീസ് ഏവിയാൻസ. റിപ്പീറ്റ് ചെയ്യുന്നു, കൂട്ടത്തിൽ പറയുക. ബംഗ്ലാദേശ് ബീമാൻ, ബൾഗേറിയയുടെ വിമാന സർവീസ് ഹെമുസ് എയർ, ചിലിയുടെ വിമാന സർവീസ് ലാൻ എയർലൈൻസ്, ചൈന കാത്തെ പസഫിക്, കൊളംബിയയുടെ വിമാന സർവീസ് ഏവിയാൻസ. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ബംഗ്ലാദേശ് ബീമാൻ, ബൾഗേറിയയുടെ വിമാന സർവീസ് ഹെമുസ് എയർ, ചിലി ലാൻ എയർലൈൻസ്, ചൈനയുടെ വിമാന സർവീസ് കാത്തെ പസഫിക്, കൊളംബിയ ഏവിയാൻസ. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ബംഗ്ലാദേശിലെ വിമാന സർവീസ് ബീമാൻ, ബൾഗേറിയ ഹെമുസ് എയർ, ചിലിയുടെ വിമാന സർവീസ് ലാൻ എയർലൈൻസ്, ചൈന കാത്തെ പസഫിക്, കൊളംബിയയുടെ വിമാന സർവീസ് ഏവിയാൻസ. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാതെ പറഞ്ഞു നോക്കാം. ബംഗ്ലാദേശിൻ്റെ വിമാന സർവീസ് ബീമാൻ, ബൾഗേറിയ ഹെമുസ് എയർ, ചിലി ലാൻ എയർലൈൻസ്, ചൈനയുടെ വിമാന സർവീസ് കാത്തെ പസഫിക്, കൊളംബിയയുടെ വിമാന സർവീസ് ഏവിയാൻസ. അടുത്തായി നമ്മൾ നോക്കിയിരുന്ന ടോപ്പിക്ക് രാജ്യങ്ങൾ, തലസ്ഥാനങ്ങളാണ്. അത് കുറച്ചധികം ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം കാബൂൾ, അർമേനിയ യെരേവൻ, അൽബേനിയ ടിറാന, ഓസ്ട്രേലിയ കാൻബറ, അസർബൈജാൻ ബാക്കു, അങ്കോള ലുവാണ്ട, അമേരിക്കയുടെ തലസ്ഥാനം വാഷിംഗ്ടൺ DC, അൻഡോറ ലാവെല, അയർലൻഡ് ഡബ്ലിൻ, അർജന്റീന ബ്യൂണസ് അയേഴ്സ്, അൽജിയേഴ്സ്, ബ്രസീലിയ ബ്രൂണൈ, ബന്ദർസരി ബെഗവൻ, ബോട്സ്വാന, ഗാബറോൺ ബെൽജിയം, ബ്രസൽസ് ബൊളീവിയ, ലാപാസ് ബെലാറസിൻ്റെ തലസ്ഥാനം, മിൻസ്ക് ബംഗ്ലാദേശ്, ധാക്ക ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, സരയവോ ബൾഗേറിയ, സോഫിയ ബുർക്കിന ഫാസോ, ഔഗഡോഗു ബഹ്റൈൻ, മനാമ ഭൂട്ടാൻ, തിംബു ബുറുണ്ടി, ബുജുംബുറ ചൈനയുടെ തലസ്ഥാനം, ബെയ്ജിംഗ് ചിലി, സാന്റിയാഗോ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനം, പ്രാഗ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, കിൻസാസ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം, കോപ്പൻഹേഗൻ ഈജിപ്ത്, കെയ്റോ ഇറ്റലി, റോം ഇംഗ്ലണ്ട്, ലണ്ടൻ ഇക്വഡോറിൻ്റെ തലസ്ഥാനം, ക്വിറ്റോ ഇസ്രായേൽ, ജെറുസലേം ഇറാഖ്, ബാഗ്ദാദ് ഇന്തോനേഷ്യ, ജക്കാർത്ത ഇറാൻ, ടെഹ്റാൻ ഐവറി കോസ്റ്റ്, യാമുസുക്രോ എത്യോപ്യയുടെ തലസ്ഥാനം, ആഡിസ് അബാബ എറിത്രിയ, അസ്മാറ എസ്റ്റോണിയ, ടാലിൻ ഫിൻലാൻഡ്, ഹെൽസിങ്കി ഫ്രാൻസിൻ്റെ തലസ്ഥാനം, പാരീസ് ഫിജി, സുവ ജപ്പാൻ്റെ തലസ്ഥാനം, ടോക്കിയോ ജോർദാൻ, അമാൻ ജമൈക്കയുടെ തലസ്ഥാനം, കിങ്സ്റ്റൺ ജർമ്മനി, ബെർലിൻ ജോർജിയയുടെ തലസ്ഥാനം, ടിബിലിസി ഹംഗറി, ബുഡാപെസ്റ്റ് ഹോങ്കോങ്, വിക്ടോറിയ ഗ്രീസിൻ്റെ തലസ്ഥാനം, ഏതൻസ് ഗാബോൺ, ലിബ്രവില്ല ഗിനിയ, കൊനാക്രി ഗിനിയ ബിസാവു ഗാംബിയയുടെ തലസ്ഥാനം, ബാൻജുൽ ഖാന, അക്ര ഐസ്ലാൻഡിൻ്റെ തലസ്ഥാനം, റെയ്ക്ജാവിക് ലെബനൻ, ബെയ്റൂട്ട് ലിബിയയുടെ തലസ്ഥാനം, ട്രിപ്പോളി ലാവോസ്, വിയന്റിയൻ ലാത്വിയ, റീഗ ലൈബീരിയയുടെ തലസ്ഥാനം, മൺറോവിയ ലെസോത്തോ, മസേരു കാമറൂൺ, യവോണ്ടെ ക്രൊയേഷ്യയുടെ തലസ്ഥാനം, സാഗ്രബ് കാനഡ, ഒട്ടാവ കെനിയയുടെ തലസ്ഥാനം, നൈറോബി കേപ്പ് വെർദെ, പ്രയ്യ ക്യൂബയുടെ തലസ്ഥാനം, ഹവാന കസാഖിസ്ഥാൻ, അസ്താന കംബോഡിയയുടെ തലസ്ഥാനം, നോംപെൻ കൊളംബിയ, ബൊഗോട്ട കിഴക്കൻ തിമൂറിൻ്റെ തലസ്ഥാനം, ദില്ലി കുവൈറ്റ് സിറ്റി കൊമറോസിൻ്റെ തലസ്ഥാനം, മൊറോണി ഖത്തറിൻ്റെ തലസ്ഥാനം, ദോഹ മാലി,
ബമക്കോ മാലദ്വീപിൻ്റെ തലസ്ഥാനം. മാലി മഡഗാസ്കറിൻ്റെ തലസ്ഥാനം. അന്റനാരീവോ. മലേഷ്യ ക്വാലാലംപൂർ മലാവിയുടെ തലസ്ഥാനം. ലിലോജോ മ്യാൻമാർ. നൈപ്പിഡോ മംഗോളിയയുടെ തലസ്ഥാനം. ഉലാൻബത്തോർ മൊറോക്കോയുടെ തലസ്ഥാനം. റബാത്ത് മൊസാംബിക്. മാംപൂട്ടോ മൗറീഷ്യൻസിൻ്റെ തലസ്ഥാനം. പോർട്ട് ലൂയിസ് മൗറിട്ടാനിയ. നുവാക്ചോട്ട് മെക്സിക്കോ സിറ്റി നെതർലാൻഡിൻ്റെ തലസ്ഥാനം. ആംസ്റ്റർഡാം നൈജറിൻ്റെ തലസ്ഥാനം. നിയാമി നൈജീരിയ. അംബുജ നേപ്പാളിൻ്റെ തലസ്ഥാനം. കാഠ്മണ്ഡു നോർവേ. ഓസ്ലോ നമീബിയുടെ തലസ്ഥാനം. വിൻഡോക്ക് ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാനം. വെല്ലിംഗ്ടൺ ഓസ്ട്രിയ. വിയന്ന ഒമാൻ്റെ തലസ്ഥാനം. മസ്കറ്റ് പാകിസ്ഥാൻ്റെ തലസ്ഥാനം. ഇസ്ലാമാബാദ് പോർച്ചുഗൽ. ലിസ്ബൺ. അപ്പോൾ നമുക്ക് പുതിയൊരു അഞ്ചെണ്ണം കൂടെ പഠിക്കാം. പോളണ്ടിൻ്റെ തലസ്ഥാനം വാഴ്സ. പെറുവിൻ്റെ തലസ്ഥാനം ലിമ. ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനം മനില. സെനഗലിൻ്റെ തലസ്ഥാനം ഡക്കാർ. സെയ്ഷൽസിൻ്റെ തലസ്ഥാനം വിക്ടോറിയ. റിപ്പീറ്റ് ചെയ്യാം. പോളണ്ട് വാഴ്സ. പെറു ലിമ. ഫിലിപ്പൈൻസ് മനില. സെനഗലിൻ്റെ തലസ്ഥാനം ഡക്കാർ. സെയ്ഷൽസ് വിക്ടോറിയ. റിപ്പീറ്റ് ചെയ്യുന്നു, കൂട്ടത്തിൽ പറയുക. പോളണ്ട് വാഴ്സ. പെറു ലിമ. ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനം മനില. സെനഗൽ ഡക്കാർ. സെയ്ഷൽസിൻ്റെ തലസ്ഥാനം വിക്ടോറിയ. റിപ്പീറ്റ് ചെയ്യുന്നു. പോളണ്ട് വാഴ്സ. പെറു ലിമ. ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനം മനില. സെനഗൽ ഡക്കാർ. സെയ്ഷൽസിൻ്റെ തലസ്ഥാനം വിക്ടോറിയ. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. പോളണ്ട് വാഴ്സ. പെറു ലിമ. ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനം മനില. സെനഗൽ ഡക്കാർ. സെയ്ഷൽസിൻ്റെ തലസ്ഥാനം വിക്ടോറിയ. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാതെ നോക്കാം. പോളണ്ടിൻ്റെ തലസ്ഥാനം വാഴ്സ. പെറു ലിമ. ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനം മനില. സെനഗലിൻ്റെ തലസ്ഥാനം ഡക്കാർ. സെയ്ഷൽസിൻ്റെ തലസ്ഥാനം വിക്ടോറിയ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സ്ഥിരമായി പറയാറുള്ളത് പോലെ എല്ലാവരും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. പഠിക്കുന്നത് വരെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.